ഇന്നത്തെ തിരുവചനം നമ്മുടെ മനസ്സിലേക്ക് തരുന്ന ഒന്ന് രണ്ട് കൊച്ചു ചിന്തകൾ പങ്കുവയ്ക്കാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ശിഷ്യന്മാരാകെ ഒന്നുലഞ്ഞ സമയമാണ്. അവർക്കറിയാം യൂദയായിലേക്ക് ഈശോ പോകുന്നു. അത് അപകടം പിടിച്ചൊരു യാത്രയാണ്. അവിടെ ചെന്നു കഴിഞ്ഞാൽ ഈശോയെ കാത്തിരിക്കുന്നത് അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല. അവൻ കൊല്ലപ്പെട്ടേക്കാം. പ്രശ്നങ്ങൾ നിറഞ്ഞതാണ്. ശിഷ്യന്മാരതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് എന്ന പോലെയാണ് ഈശോട് പറയുന്നത്, നമുക്ക് പോകണ്ടായെന്ന് പറയുമ്പോൾ ഈശോ ചില കാര്യങ്ങൾ വീണ്ടും വ്യക്തമാക്കുന്നു. പക്ഷേ ശിഷ്യന്മാരുടെ ആരുടെയും മനസ്സ് ഈശോടൊപ്പമാവുന്നില്ല. ഈശോ അങ്ങനെ ഒരു അവസരത്തിലാണ് സത്യമായിട്ടും തോമാസ് ലീഹായുടെ ഈ വാക്കുകളുടെ ആവേശം അങ്ങേറ്റം ആദരിച്ചിരിക്കുക എന്ന് കരുതുന്നവരാണ് ഞാൻ. കൂട്ടത്തിലുള്ളവരൊക്കെ മതിയാക്കാമെന്ന് പറയുമ്പോൾ, പോകണ്ട എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ പിന്നോട്ട് വലിക്കുമ്പോഴാ തോമാസ് ലീഹ തന്റെ കൂട്ടത്തിലുള്ള സഹോദരങ്ങളെ വളരെ കൃത്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക. ഇന്നൊത്തിരി മോട്ടിവേഷൻ ക്ലാസ്സുകളുടെയൊക്കെ കാലമാണ്. ഒത്തിരി നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഒക്കെ വരുമ്പോഴോ പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട്, ആവേശം കൊടുക്കാനായിട്ട്, മുന്നോട്ട് പോകാനായിട്ട് പ്രേരണ പകരുന്ന മോട്ടിവേഷൻ സ്പീക്കറായിട്ടാണ് തോമാസ് ലീഹ എന്റെ മുമ്പിൽ നിൽക്കുന്നത്. ശിഷ്യന്മാരെയൊക്കെ ബലപ്പെടുത്തുകയാണോ? നമുക്കും പോകാം. പോകണ്ട എന്ന് പറയുമ്പോൾ, പിന്നോട്ട് വലിക്കുമ്പോൾ നമുക്ക് പോകാമെന്ന് മാത്രമല്ല, അവനോടുകൂടി പോയി മരിക്കാം. ഇതാണ് തോമാസ് ലീഹ തരുന്ന ആവേശം. മരിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്നാണ്. അവനോടൊപ്പം മരിക്കാനായിട്ട് പുറപ്പെടാനായിട്ട് തയ്യാറുള്ളൊരു ശിഷ്യൻ. തന്റെ കൂട്ടത്തിലുള്ളവരാ മരണത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുമ്പോൾ, പുറകോട്ട് പോകാൻ പ്രേരണ കൊടുക്കുമ്പോൾ, പോകാം നമുക്കെന്ന് പറയാൻ എനിക്ക് തോന്നുന്നു ഈ തോമാസ് ലീഹായുടെ പിൻതലമുറക്കാരായിട്ടുള്ള നമുക്ക് ഈ കാലഘട്ടത്തിൽ ചിലപ്പോഴെങ്കിലൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിന് വേണ്ടി നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകാനും മറ്റുള്ളവരെ പ്രേരിപ്പിച്ച് കൂട്ടിക്കൊണ്ടു നടക്കാനുള്ള ഈ ആവേശം ഇന്ന് ചോർന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു തേങ്ങലുണ്ട്. എന്തിനു പള്ളി പോകണം, എന്തിനു പ്രാർത്ഥിക്കണം, സഭയിലൊക്കെ പ്രതിസന്ധികളൊക്കെ ഉണ്ടായ സമയത്ത് ഇങ്ങനെ പുറകോട്ട് പോകാനുള്ള പ്രേരണ പലർക്കും ഉണ്ടായപ്പോഴോ, ഇവിടെ ഇരിക്കുന്ന ചില അല്പായരെങ്കിലും, ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരും മുന്നോട്ട് വന്നവരാണ്. പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. നമുക്കിങ്ങനെ മടുത്ത് പുറകോട്ടിരിക്കാനൊക്കെ ഇല്ല. നമുക്ക് മുന്നോട്ട് പോകണം, ഈശോടൊപ്പം പോകണം, അവനോടൊപ്പം. ശിഷ്യത്വത്തിന്റെ കാതലെന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊന്നാമതായിട്ട് അവിടത്തോടു കൂടി ആയിരിക്കലാണ്. തന്നോടുകൂടി ആയിരിക്കാനും സുവിശേഷം പ്രസംഗിക്കാനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. അവന്റെ ദൗത്യവും നിയോഗവും സ്വന്തമാക്കിയവൻ. അവനോട് കൂടെയായിരിക്കലാണ് ഒന്നാമത്തതെങ്കിൽ, മരണത്തിലും അവനോട് കൂടെയായിരിക്കലാണ്. പിന്നോട്ട് പോകാനായിട്ടുള്ള പ്രേരണ വരുമ്പോൾ അവനോടൊപ്പം മരിക്കാമെന്ന് പറയാൻ തയ്യാറുള്ള തോമാസ് ലീഹ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഈ കാലഘട്ടത്തിൽ തോമാസ് ലീഹായിൽ നിന്ന് നമുക്ക് ഈ ആവേശം എടുക്കാൻ കഴിയട്ടെ. ഈശോയുടെ കൂടെയാകാനുള്ള ആവേശം കൊടുക്കാൻ കഴിയട്ടെ. പള്ളിയിലേക്ക് വരാൻ, പ്രാർത്ഥനയിലേക്ക് വരാൻ, കൂട്ടായ്മയിലേക്ക് വരാൻ, വിശ്വാസ സമൂഹത്തിന്റെ അനുഭവങ്ങളിൽ പങ്കുപറ്റാൻ. ഇന്ന് ഔദ്യോഗികമായിട്ടുള്ള സുവിശേഷം നിങ്ങൾക്കറിയാമല്ലോ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന വേറെ ഒന്നിനുമല്ല, കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ വിശ്വാസ സമൂഹം ഇന്ന് ഞാൻ വണ്ടി ഓടിച്ച് അവിടെ നിന്ന് പുറത്തുനിന്ന് പോകുന്ന വഴിക്ക് വളരെ അടുത്ത് പരിചയമുള്ള ഒരാൾ എന്നോട് ചോദിച്ചു, അച്ഛാ തോമാസ് ലീഹ പറൂർ
പണിത പണ്ടത്തെ പള്ളി എങ്ങാനും അവിടെ ഉണ്ടോ? നമുക്കറിയാം, ഈ ഒരു വിശ്വാസ സമൂഹമാണ് ഏറ്റവും വലിയ സാക്ഷ്യം. ഇവിടെ ഈ 1954 വർഷങ്ങളായിട്ട് ഒരു വിശ്വാസ സമൂഹമുണ്ട്. ഈ വിശ്വാസികളുടെ കൂട്ടായ്മയാണ് ഇടവക. ഈ വിശ്വാസികളുടെ കൂട്ടായ്മയെ ബലപ്പെടുത്തുകയാണ് ഓരോ തിരുനാളും. മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വം തരുന്ന ഏറ്റവും വലിയ അനുഭവം ഈ വിശ്വാസികളുടെ സമൂഹത്തിന്റെ കൂട്ടായ്മ ശക്തമാകുന്നു എന്നുള്ളത് തന്നെയാണ്. അതുണ്ടാകണം. ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് ഭംഗം വരുന്നെങ്കിൽ, വിശ്വാസത്തിന് ഭംഗം വരുന്നെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പുറകോട്ട് പോകാനായിട്ടുള്ള പ്രേരണ വരുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള അവസരമാണ് ഈ തിരുനാളെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഈ സമൂഹം ഇതാ ഈ ദേശത്തിന് വേണ്ടി മാത്രമല്ല, കേരള സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനും വേണ്ടി, പറവൂർ കോട്ടക്കാവ് ഈ പുണ്യഭൂമി, മാർത്തോമാ ശ്ലീഹായുടെ പാദം പതിഞ്ഞ ഈ പുണ്യഭൂമിയിലുള്ള ഈ വിശ്വാസ സമൂഹം, ഈ പുണ്യഭൂമിയിൽ വരുന്നവരാ മാർത്തോമാ ശ്ലീഹായിൽ നിന്നും ഈ ആവേശം സ്വീകരിച്ചിട്ട് ഈശോടൊപ്പം നടക്കാൻ, ഈശോ എടുത്ത നിലപാടുകളിൽ നിലകൊള്ളാൻ, ഈശോ എടുത്ത നിലപാടുകളിൽ നിലകൊണ്ട് മറ്റുള്ളവരെയും ആ നിലപാടുകളിലേക്ക് കൂട്ടിക്കൊണ്ട് നടക്കാൻ, മറ്റുള്ളവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്നിച്ച് ഈശോടൊപ്പം നീങ്ങാൻ, ഈശോയുടെ കൂട്ടായ്മയിൽ ഒന്നിച്ചു നീങ്ങാൻ, ഈശോയുള്ള ഐക്യത്തിൽ ഒന്നിച്ചു നീങ്ങാൻ, അത് മരിക്കേണ്ടി വന്നാലും ഒന്നിച്ച് ഈശോടൊപ്പം. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ തോമാ ശ്ലീഹായുടെ മാധ്യസ്ഥത്താൽ ജ്വലിപ്പിക്കട്ടെ. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചും പുറകോട്ട് കൊണ്ടുപോകാനൊക്കെയുള്ള പ്രേരണകൾ ഇന്ന് വർദ്ധിച്ചു വരുന്നു. വിശ്വാസം ഏതായാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവരാ, മതം ഏതായാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവര്, ഈശോയെ രക്ഷകനായിട്ട് പറയാനായിട്ട് ചങ്കുറപ്പ് കുറയുന്നവരാ. കർത്താവ് തോമാ ശ്ലീഹായിലൂടെ നമ്മളെ ക്ഷണിക്കുന്നുണ്ട് ഈശോയെ കർത്താവും ദൈവവുമായി ഏറ്റുപറഞ്ഞ് കർത്താവിനോടൊപ്പം നീങ്ങുവാനായിട്ട്. രണ്ടാമത്തെ ഒരു കൊച്ചു ചിന്ത, ഇന്നലെ ഞങ്ങളുടെ വിമൻ വെൽഫെയറിന്റെ കൂട്ടത്തിലിരുന്ന തോമാ ശ്ലീഹായെ കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ പങ്കുവയ്ക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ഒരു തേങ്ങൽ ഇതായിരുന്നു. തോമാ ശ്ലീഹ ബഹുമാനപ്പെട്ട പൈനങ്കലച്ചൻ സൂചിപ്പിച്ച പോലെ തോറ്റ് തോമാ ശ്ലീഹായുടെ അടുക്കൽ വരുന്ന ഈശോയെ തിരിച്ചറിഞ്ഞ് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു വരാം. അത് ചങ്ക് പൊട്ടിയുള്ള ഒരു വിളിയാണ്. ഇന്ന് പൗലോസ് ശ്ലീഹായുടെ ലേഖനത്തിൽ നമ്മൾ കേട്ടതുപോലെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും തോമാ ശ്ലീഹ അനുഭവിച്ചറിഞ്ഞ ഒരു സമയമാണത്. ചോദിക്കുന്നതിലും ആഗ്രഹിച്ചതിലും കൂടുതൽ കിട്ടിയ ഒരു അനുഭവമായിരുന്നു അത്. പൗലോസ് ശ്ലീഹ കൃത്യമായിട്ട് നമുക്ക് ആ വചനഭാഗങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി തന്നതാണ്. ആഗ്രഹിക്കുന്നതിലും കൂടുതൽ തോമാ ശ്ലീഹ ഈശോയെ കാണാനായിട്ട്. പലരുടെയും മനസ്സിലുണ്ടായിരുന്ന ഒരു സംശയം, ശരിക്കും ഈശോ മരിച്ച ആ ഈശോ തന്നെയാണോ ഉയർത്തെഴുന്നേറ്റത്? അതൊരു സ്വാഭാവികമായ സംശയമായിട്ട് പലരുടെയും ഉള്ളിലുണ്ടായിരുന്നതാകാം. മരിച്ചു എന്നതിൻ്റെ അടയാളം അതാണല്ലോ വിലാപ്പുറത്തെ മുറിവ്. മരിച്ചു എന്ന് ഉറപ്പാക്കിയ കുന്തം കൊണ്ടുള്ള കുത്തല്, അതിൻ്റെ ഫലമായിട്ട് ഉണ്ടായ മുറിവ്, ആ മുറിവും ക്രൂശിക്കപ്പെട്ടവനാണ് ഉയർത്തെഴുന്നേറ്റതെന്ന് തെളിവാക്കാൻ ആ കയ്യിലെ ആണികളുടെ പഴുതുകളും. അപ്പൊ അതൊന്ന് കാണാനേ ആഗ്രഹിച്ചുള്ളൂ, അതൊന്ന് തൊടാനേ ആഗ്രഹിച്ചുള്ളൂ. പലരുടെയും സംശയങ്ങൾക്ക് ദൂരീകരണം വരുത്താൻ ഇതാ തോമാ ശ്ലീഹായുടെ ഈ സംശയവും ഈശോയുടെ പ്രത്യക്ഷപ്പെടലും കാരണമായി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രമായിട്ട് തീർന്നു ഈ വെളിപ്പെടുത്തൽ. തോമാ ശ്ലീഹായുടെ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നുള്ള പ്രഖ്യാപനം അത് വലിയ ഉത്ഥാനത്തിന്റെ പ്രഖ്യാപനമായിട്ട് തീർന്നു നമുക്കറിയാം. തോമാ ശ്ലീഹ ആഗ്രഹിച്ചത് അത്രയാണെങ്കിൽ ഈശോ നേരെ വന്ന് പേര് ചൊല്ലി വിളിച്ച് ഇതാ താൻ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ തോമാ ശ്ലീഹായ്ക്ക് ഈശോ കൊടുക്കുന്ന അനുഭവമാണ്. ആ സ്നേഹത്തിന്റെ മുമ്പിൽ നിന്നാണ് തോമാ ശ്ലീഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു. ഞങ്ങൾ ഇന്നലെ ചിന്തിപ്പിച്ചൊരു കാര്യം,
പലപ്പോഴും നമ്മുടെ വീടകങ്ങളിലെയും നമ്മുടെ കുടുംബത്തിലെ സഭയിലെയൊക്കെ പ്രതിസന്ധികൾ നോക്കുമ്പോഴോ ഇനി സംശയങ്ങൾ സൂക്ഷിക്കുന്നവരാ, ചിലപ്പോൾ വ്യക്തതയ്ക്ക് വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുന്നവരാ. ഭർത്താവിന് ഭാര്യയെക്കുറിച്ചുണ്ടാകുന്ന ഒരു തേങ്ങലാണ്, ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ചുണ്ടാകുന്ന, മാതാപിതാക്കൾക്ക് മക്കളെ കുറിച്ചുണ്ടാകുന്ന ഒരു തേങ്ങലാണ്. ഒത്തിരി സ്നേഹമുള്ളത് കൊണ്ടാണ്, ഒത്തിരി താല്പര്യമുള്ളതുകൊണ്ടാണ്, ഒത്തിരി ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചില വാശികളൊന്നും നമുക്ക് ഇൻവെർട്ടർ കോമയിൽ പറയാവുന്ന ചില വാശികള്, ചില ചോദ്യങ്ങള്, ചില തർക്കങ്ങള്, ചില സംശയങ്ങള്. സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, സ്നേഹമുള്ളത് കൊണ്ട്, താല്പര്യമുള്ളത് കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കും, സംശയങ്ങൾ ഉന്നയിക്കും, കാണണമെന്ന് പറഞ്ഞെന്നിരിക്കും. അവിടെ ചിലപ്പോൾ ഇന്നലെ ഞങ്ങൾ പങ്കുവച്ചതും പലപ്പോഴും എൻ്റെയൊക്കെ പ്രകൃതി അനുസരിച്ചും പലപ്പോഴും പറ്റാതെ പോകുന്നത്, ഞാൻ ഇത്രയൊക്കെ ചെയ്തില്ലേ, ഇത്രയൊക്കെ പറഞ്ഞില്ലേ, നിനക്ക് എന്നെ അറിഞ്ഞുകൂടെ, എന്നിട്ട് ഇനി നിനക്ക് വേണ്ടി ഞാൻ വീണ്ടും വരണമെന്ന്, നിന്റെ വാശിയുടെ മുമ്പിൽ ഞാൻ തോറ്റു തരണമെന്ന്. പലപ്പോഴും ചില നിർബന്ധങ്ങൾക്ക്, ചില വാശികൾക്കൊക്കെ ഞാനും നിങ്ങളും തോറ്റുകൊടുക്കാത്തത് കൊണ്ട് എന്തുമാത്രം പ്രശ്നങ്ങളാണ്, എന്തുമാത്രം തർക്കങ്ങളാണ്, എന്തുമാത്രം അകൽച്ചകളാണ്. ചിലപ്പോൾ അങ്ങനെ ഒരു വാശിയുടെ പേരിൽ, തർക്കത്തിന്റെ പേരിൽ മിണ്ടാതിരുന്ന് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ട് വലിയ അകൽച്ച. ചിലപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് വന്ന ജീവിത പങ്കാളിയുമായിട്ട് വേർപിരിയലിന്റെ വക്കത്ത് വരെ എത്തി നിൽക്കുന്ന നൊമ്പര കാഴ്ചകൾ ഇന്നേറെയുണ്ടാകും. അപ്പൊ ഈ തർക്കത്തിന്റെയും ചോദ്യത്തിന്റെയും മുമ്പിൽ പതറിപ്പോകുന്ന ഒരു ഈശോയല്ല നമുക്കുള്ളതാ. സ്നേഹിക്കുന്ന ഈശോ ഇതാ ഈ ചോദ്യം ചോദിക്കുന്ന, തർക്കിക്കുന്ന, വാശി പിടിക്കുന്ന ഈ തോമാസ് ശ്ലീഹായെ തേടി വന്ന് അദ്ദേഹം ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാക്കിക്കൊണ്ട് അദ്ദേഹം ഉള്ള സമയത്ത് ഇതാ ഈ സമൂഹത്തിന്റെ മധ്യ വന്ന് പേര് ചൊല്ലി വിളിച്ച് ഈ തോമസിനെ തന്റെ അടുക്കലേക്ക് കൊണ്ടുവരും. ഇതെത്ര ധ്യാനിച്ചാലും ഈ സങ്കീർത്തനം, ഈ സ്നേഹത്തിന്റെ സങ്കീർത്തനം നമുക്ക് മതിയാവുകയില്ല. എന്തുമാത്രം ആഴമാണിത്, എന്തുമാത്രം ആഴമാണിത്. ഇങ്ങനെ ഒന്ന് തോറ്റു തരാനായിട്ട്, ഇങ്ങനെ തോറ്റു അടുക്കലേക്ക് വരാനായിട്ട്, അങ്ങനെ തോക്കാനായിട്ട് തയ്യാറായ ഈശോയാണ് തോമാസ് ശ്ലീഹായെ ടോട്ടലായിട്ട് മാറ്റിയത്. സർവ സംശയങ്ങളും മാറുകയാണ്, സർവ തർക്കങ്ങളും മാറുകയാണ്, സർവ പ്രശ്നങ്ങളും തീരുകയാണ്. നമ്മുടെ വീടകങ്ങളിലോ ഈ പങ്കാളിയുടെ ഒരു തേങ്ങലിന്, ഒരു സംശയത്തിന് ഒന്ന് തോറ്റുകൊടുത്ത് ഒന്ന് വ്യക്തത കൊടുക്കാൻ കഴിഞ്ഞാൽ, ഞാൻ ഇത്രയും കൊല്ലം നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചതല്ലേ, നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ സംശയമാണ്, അപ്പനിപ്പോഴും എന്നെ സംശയമാണ്, അമ്മയ്ക്ക് ഇപ്പോഴും എന്നെ സംശയം. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ പോലും ചിലപ്പോൾ സങ്കടമാണല്ലോ, അപ്പൻ എന്നെ വിശ്വാസമില്ലേ, അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ. ഒന്ന് തുറന്നു കൊടുക്കാൻ, ഒന്ന് ഉള്ളു തുറക്കാൻ, ഒന്ന് സത്യം പറയാൻ, അവന്റെ സർവ്വ സംശയങ്ങളും. എനിക്കിത് വായിക്കും തോറും ഭയങ്കര ത്രസിപ്പാണ്. കാരണം തോമാസ് ശ്ലീഹാ ചോദിച്ചതെല്ലാം, നീ വരിക, വന്ന് കാണുക, നീ കൈ കാണിച്ചു കൊടുക്കുകയാണ്. നീ പറഞ്ഞ എന്താണ്, ആണീ പഴുതുകൾ നീ കണ്ടോ, നിനക്ക് കാണണോ, ദേ ഉടുപ്പുവാടി കാണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ തുറന്നു നിൽക്കുന്നൊരു ഈശോയെ ധ്യാനിച്ചോ ഞാനും നിങ്ങളും ഉണരേണ്ട ദിവസമാണെന്ന് വിശ്വസിക്കുന്നു. വേണ്ടും എനിക്കിങ്ങനെ ഒന്ന് തോറ്റുകൊടുക്കാനായിട്ട് കഴിയും, എനിക്കൊന്ന് വിട്ടുകൊടുക്കാൻ കഴിയും. ഈ സംശയങ്ങൾ ചോദിക്കുന്നവർക്ക് ഒന്ന് ഉള്ളു തുറന്ന് വ്യക്തത കൊടുക്കാൻ കഴിഞ്ഞാൽ അവിടെ 100 ഇരട്ടി തീഷ്ണതയുള്ള തോമാസ് ശ്ലീഹാമാരെ ഉയർത്തെഴുന്നേൽക്കും. ചിലപ്പോഴെങ്കിലും സഭയിലും കുടുംബത്തിലുമൊക്കെ ഉണ്ടായ പ്രതിസന്ധികളുടെ ആഴങ്ങൾ നോക്കുമ്പോൾ ഈ സംശയങ്ങൾ ചോദിക്കുന്നവരോട് സത്യസന്ധമായിട്ട് പ്രത്യുദ്ധരിക്കാൻ കഴിയാതെ പോയതല്ലേ നമ്മുടെ പല ദുരന്തങ്ങളുടെയും കാരണമെന്ന് തേങ്ങലോടെ ഓർക്കുന്ന ഒരാളാണ് ഞാൻ.
ചോദിക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തത കൊടുക്കാൻ, കൃത്യമായിട്ട് മറുപടികൾ കൊടുക്കാൻ, സംശയങ്ങൾ ദൂരീകരിക്കാൻ. ഒന്ന് തോക്കണമായിരിക്കാം, പക്ഷെ തോൽക്കുകയല്ല. സത്യത്തിൽ ഈശോയാണ് അവിടെ സൂപ്പർ ഹീറോ ആയിട്ട് വരുന്നത്. അത് തോമാസ് ലീഹായെ കീഴ്മേൽ മറിച്ചിട്ടുണ്ട്. അത് തോമാസ് ലീഹായെ സമ്പൂർണമായിട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും മറ്റു പലരെയും കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഈശോ, എനിക്കൊന്ന് തോക്കാനായിട്ട് പറ്റാത്തതല്ലേ എൻ്റെ വലിയ പ്രശ്നം. എന്നെ സ്വീകരിക്കാത്തവരുടെ അടുക്കിലേക്ക് കയറി ചെല്ലുമ്പോൾ, എന്നെ ഉൾക്കൊള്ളാത്തവരുടെ അടുക്കിലേക്ക് കയറി ചെല്ലുമ്പോൾ, എന്നെ സംശയിക്കുന്നവരുടെ അടുക്കിലേക്ക് കയറി ചെല്ലുമ്പോൾ ചിലപ്പോൾ ഉണ്ടാകുന്ന തിരസ്കരണം, ചിലപ്പോൾ വാതിലടച്ചിടുന്ന സാഹചര്യങ്ങളുണ്ടാകാം, കേറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകാം. പക്ഷെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ തൃപ്പൂണിത്തുറ ഇടവകയിൽ ചെന്നിട്ട് 1 വർഷമേ ആയുള്ളൂ. 1000-ലധികം വീടുകളുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം ഞാനിപ്പോൾ വീട് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. കുറച്ച് പ്രതിസന്ധികളും വിഷമങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ള കാര്യം എനിക്ക്. ഞാൻ ഈ 2ാമത്തെ റൗണ്ട് ഈശോയുടെ മുമ്പിൽ ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നൊരു കാര്യം, ഈ 2ാം റൗണ്ട് വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ കഴിഞ്ഞോണ ചിലപ്പോൾ ചില പിരിമുറുക്കങ്ങൾ മൂലമാകാം, സാഹചര്യങ്ങൾ മൂലമാകാം, വാതിലടച്ചവർ ഇത്തവണ എൻ്റെ കൂട്ടത്തിലുള്ള ചിലർ പറഞ്ഞു, അച്ഛാ അവിടെ പോകണ്ട, പ്രശ്നമാണ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കയറി ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ ഭീഷണിപ്പെടുത്തിയവരെന്ന് പറയുന്നവരും 5-6 വീട്ടിൽ അതിനുശേഷം കൂട്ടത്തിൽ പോരുന്ന നല്ല മനസ്സ് കാണിക്കുന്നത് തിരിച്ചറിയാൻ കഴിയും. ഞാൻ ഈ ഒരു കൊച്ചു സൂചന തന്നത്, നമുക്ക് തോമാസ് ലീഹായിൽ നിന്നും ആവേശം സ്വീകരിച്ച് എല്ലാവരെയും കൂട്ടിയിണക്കൊണ്ട് മുന്നോട്ട് പോകാൻ കൊതിക്കുമ്പോൾ ഈശോടൊപ്പം നടക്കാനായിട്ട് ഈശോയുടെ വഴികൾ തന്നെ നേടണം. നഷ്ടപ്പെടുത്തി കളയാനല്ല, വെട്ടിക്കളയാനല്ല. 11 പേരിൽ 10 പേരും പറഞ്ഞിട്ട് വിശ്വസിക്കാത്ത തോമാസ് ലീഹായുടെ അടുക്കലേക്ക് ഒരു ചമ്മലുമില്ലാതെ കടന്നു വന്ന് തോറ്റു നിൽക്കുന്ന ഈശോയുടെ മുമ്പിൽ തോമാസ് ലീഹ ടോട്ടലായി മാറിയെന്നേ, സമ്പൂർണമായി മാറിയെന്നേ. അതല്ലേ സുവിശേഷത്തിന്റെ കാതലായിട്ട് നിൽക്കുന്നതാ. നമുക്കും അവനോട് കൂടി പോയി മരിക്കാമെന്ന് ഇന്നലെ പറഞ്ഞവനെ നഷ്ടപ്പെടുത്തി കളയുന്നില്ല ഈശോ. അവനെ നേടിയെടുക്കുകയാണ്. അവനെ ഏറ്റവും വലിയ തീക്ഷ്ണതയുള്ളവനാക്കി ഈശോ രൂപാന്തരപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ തിരുനാളിന്റെ ഭാഗമായിട്ട് ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് തോമാസ് ലീഹായെ പോലുള്ള പ്രേക്ഷിതരെ രൂപപ്പെടുത്തിയെടുക്കണം. നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ ഈശോയെ പോലെ ഒന്ന് തോക്കാൻ തയ്യാറാകുന്നതാകുമ്പോൾ ഒപ്പം തന്നെ ഇറങ്ങിച്ചെല്ലുന്നത് ഉൾക്കൊള്ളുന്ന മനസ്സുള്ളവരായി തോമാസ് ലീഹായെ പോലെ നമ്മൾ ഒന്ന് മാറുമ്പോൾ ഇത് രണ്ടും ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. തോറ്റു തരുന്നവനെ തള്ളിക്കളയുകയില്ല. നീ തോറ്റു, ഞാൻ വിജയിച്ചു. ആരും തോക്കണ്ടെന്നേ, ആരും തോക്കണ്ട. ഈശോ ജയിക്കണം. നമുക്ക് ഈശോടൊപ്പം പോണം. എല്ലാവരെയും നമുക്ക് വേണം, ആരെയും നഷ്ടപ്പെടുത്തേണ്ട. തോമാസ് ലീഹായുടെ സംശയത്തിന്റെ പേരിലും തർക്കത്തിന്റെ പേരിലും ഒക്കെ തള്ളിക്കളഞ്ഞ് ഈശോ ഒരു വേറിട്ട വഴി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഈ തിരുനാൾ ഉണ്ടാകുമായിരുന്നില്ല. തോമാസ് ലീഹായുടെ രക്തസാക്ഷി ഉണ്ടാകുമായിരുന്നില്ല. നമുക്ക് നേടിയെടുക്കണം. നമുക്കുള്ളിന്റെ ഉള്ളിലുള്ള തീ കത്തിച്ചൊലിപ്പിക്കണം. ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞിലും വിശ്വാസത്തിന്റെ തീയുണ്ട. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരിലും വിശ്വാസത്തിന്റെ ഉൾക്കമുണ്ട്. അത് കത്തിച്ചൊലിപ്പിക്കാനായിട്ട് ഈ തിരുനാളിൽ പങ്കെടുക്കുന്ന ഈ ദിവസം ഈശോയുടെ അടുക്കൽ നമുക്ക് അനുഗ്രഹം തേടാം. ഈശോയുടെ സ്നേഹാഗ്നിയാൽ ജ്വലിച്ച നമ്മളും വിശ്വാസത്തിൽ കത്തിജ്വലിച്ച് മറ്റുള്ളവരുടെയും വിശ്വാസത്തെ ജ്വലിപ്പിച്ചുകൊണ്ട് നമുക്കൊന്നിച്ച് ഈശോടൊപ്പം നീങ്ങാം. വിശ്വാസത്തിന് വില കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈശോടൊപ്പം മരിക്കാനുള്ളത് അതൊരു ആവേശം മാത്രമല്ല, അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ബോധ്യമായി നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ നമുക്കാർക്കും അലസരാകാൻ പറ്റുകയില്ല, നമുക്കാർക്കും മടുത്തിരിക്കാനൊക്കെയില്ല. നമുക്ക് വിശ്വാസത്തിന്റെ തീഷ്ണത അത് നമ്മിൽ കത്തിച്ചൊലിച്ച് അത് സ്നേഹത്തിന്റെ തീഷ്ണതയായി പരസ്പരം ഉത്തേജിപ്പിച്ചും ശക്തിപ്പെടുത്തിയും നമുക്ക് മുന്നോട്ട് പോകാം. ഇതാ ഈ തിരുനാള് നമുക്ക് പരസ്പരം ആവേശം കൊടുക്കാൻ ഇടയാകുന്ന ഒരു തിരുനാളാകട്ടെ, പരസ്പരം ഉത്തേജിപ്പിക്കാൻ ഇടയാകുന്ന ഒരു തിരുനാളാകട്ടെ. നമ്മുടെ ഇടവക സമൂഹത്തിലെ മുഴുവൻ അംഗങ്ങളെയും ഈ ദേവാലയത്തിന്റെ കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം.
ഈ ദേശത്തെ മുഴുവൻ വിശ്വാസ സമൂഹത്തെയും നമുക്ക് ചേർത്ത് പിടിക്കണം. സർവ്വമതസ്ഥരിലേക്കും സർവ്വ മനുഷ്യരിലേക്കും ഈശോയുടെ സ്നേഹാഗ്നിയുടെ ജ്വലനം നമുക്ക് പകർന്നു കൊടുക്കണം. നമുക്ക് ഈശോയിലേക്ക് വരാൻ തോമാസ് ലീഹ തരുന്ന ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ദിവ്യമായ അഭിഷേകം അനുഭവിച്ചുകൊണ്ട് കൂടുതൽ കരുത്തോടെ കുതിക്കുവാൻ ഈ തിരുനാളിലൂടെ മാർ തോമാസ് ലീഹയുടെ മാധ്യസ്ഥം വഴിയായി നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.